ഹായ് എൻ്റെ കൂട്ടുകാരെ, ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഓർത്തുകൊണ്ടാണ്. എൻ്റെ പിള്ളേർ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലും കരയുമായിരുന്നു കേട്ടോ. എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്, അവൻ ഇന്ന് ഗൾഫിൽ നിന്ന് വന്നായിരുന്നേ. അപ്പം അനിയൻ വന്നെന്ന് ഞങ്ങൾ ഞാൻ അവരോട് പറഞ്ഞില്ല. അപ്പോൾ അവന്മാർ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അവിടെ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ് ബഹളം വെക്കും. ഇപ്പം അവൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പം വീട്ടിൽ വന്നപ്പം ഇവന്മാർക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് അവന്മാർ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ്. അതുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അനിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നേ. ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ സന്തോഷങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ, അത് ഞാൻ വലിയ സന്തോഷങ്ങളായിട്ട് മാറ്റി ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഞാനും എൻ്റെ മക്കളും എൻ്റെ ചേട്ടായി. അപ്പം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാവേ. ആദ്യക്കൂട്ടൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യാവേ. ആദ്യക്കൂട്ടൻ ഉപ്പാപ്പി കൊണ്ട് കൊടുത്തത് എന്തായിരുന്നു? സ്മാർട്ട് വാച്ച്. എന്താ ആദ്യക്കൂട്ട? സ്മാർട്ട് വാച്ച്. കണ്ടോ, സ്മാർട്ട് വാച്ച്. എത്ര ഇതുണ്ട് മോനെ? 8 സ്ട്രാഫ് ഉണ്ട്. ഉപ്പാപ്പി കൊണ്ട് കൊടുത്തത്. ഇനി അവിക്കൂട്ടനോ? അവിക്കൂട്ടന് സ്മാർട്ട് വാച്ചാണ്. അവനും 8 എണ്ണം ഉണ്ട്. പിന്നെന്താ മോന് പടം വരയ്ക്കുന്ന കാര്യം കൊണ്ട് തന്നില്ലായിരുന്നു പാപ്പി? ഇവർക്ക് പേന. എന്തുവാ ഉപ്പാപ്പിയോട് പറയാനുള്ള? എന്താ അവനവൻ്റെ അച്ഛയുടെ പുറകെ നടക്കുമായിരുന്നു അല്ലേ, വാച്ച് കൊടുക്കണേന്ന്. പക്ഷെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം സമയമില്ലായിരുന്നു, സമയമില്ലായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ അവനെ. അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പി കൊടുത്തു. അതുകൂടെ ഉപ്പാപ്പിയെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു അല്ലേ അതുകൂട്ടാ? അതുകൂടെ എന്തോ പറയാനുള്ളേ? നടന്നതോ? അതുകൂട്ടിന് സ്കെയിലും ഇത് എത്ര നേരമായെന്നറിയാം അവന്മാർ ഈ വാച്ചിൻ്റെ സ്ട്രാഫും ഇതെല്ലാം. എൻ്റെ ഞാൻച്ചവനെ അത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഇവന്മാർക്ക് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത് ഒരു സ്ട്രാഫേ ഉള്ളായിരുന്നു. അതങ്ങ് പെട്ടെന്ന് അങ്ങ് പോയായിരുന്നു. അതെ അങ്ങനെ ഇത് എല്ലാം ഉള്ളതാ കേട്ടോ. ഇതങ്ങനെ 8 എല്ലാം ഉണ്ട്. പാപ്പി മോൻ ട്രോഫിയൊക്കെ വാങ്ങിച്ച് അതിൻ്റെ സന്തോഷത്തിലാണ്. പഠിച്ച് ഉമ്മ രണ്ടുപേരും പഠിക്കുന്നതിനും ട്രോഫിയൊക്കെ വാങ്ങിച്ചു. സ്കൂൾ വിന്നറൊക്കെ ആയതുകൊണ്ടാണ് പാപ്പി അല്ലേ. ഇത്രയും കളറുണ്ട് കേട്ടോ. 8 കളറുണ്ട്. ഇങ്ങനെ മാറ്റി 8 കളർ ഇവരുടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് 8 കളർ ഇല്ലാത്തായിരുന്നു അല്ലേ അവനെ? ഒറ്റ കളറേ ഉള്ളായിരുന്നു. അത് ഓറഞ്ച് കളർ അല്ലേ, അല്ല വേറെ കളറൊന്നും ഇല്ലായിരുന്നു. അപ്പം അത് പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. ഇത് അല്ലേ. ഇനി രണ്ടുപേരും ഉപ്പാപ്പിയോട് താങ്ക്സ് പറയണ്ടേ? അപ്പൊ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്കുണ്ടായ ചെറിയൊരു സന്തോഷമാണ്. അയ്യോ അല്ല, അച്ഛയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലായിരുന്നോ? അത് കാണിച്ചേ, അച്ഛയുടെ ഗിഫ്റ്റ്. എൻ്റെ അച്ഛയ്ക്കും കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് കേട്ടോ, എൻ്റെ ലൈഫിൽ എനിക്ക് ഇതില്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേറെ ഒന്നുമില്ല. എനിക്ക് ഇതെൻ്റെ ലൈഫിൽ മസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഡെയിലി മുമ്പോട്ട് പോകത്തുള്ളൂ. കാരണം ഞാൻ മൈഗ്രെയിൻ്റെ ആളാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു പരിധി വരെ എനിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. അച്ഛയുടെ ഗിഫ്റ്റ് കാണിച്ചവനെ അച്ഛക്കുണ്ട്. അച്ഛക്ക് ഭയങ്കര ഇതാ കേട്ടോ. അച്ഛക്ക് ഭയങ്കര സന്തോഷം. ഇത് ഓപ്പൺ ചെയ്തേ. അച്ഛക്ക് ഭയങ്കര സന്തോഷം ഉള്ള ഇതാ. കാണിക്കാവേ. എൻ്റെ അച്ഛക്ക് കൊണ്ടുവന്ന കേട്ടോ ഗിഫ്റ്റ്. ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. എൻ്റെ അച്ഛക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. എൻ്റെ അച്ഛ അവിടെ ഇവിടെ എല്ലാം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതല്ലേ, ഭയങ്കര തണുപ്പല്ലേ. സ്റ്റൈലാണോ? എൻ്റെ അച്ഛക്ക് കൊണ്ടുവന്നോ. എനിക്ക് കേട്ടോ എനിക്ക് ഭയങ്കര വലുത്, എൻ്റെ കൈ പോലും കാണത്തില്ല. പക്ഷെ ചേട്ടായിക്ക് ഭയങ്കര വലുപ്പമുള്ളതല്ലേ. ചേട്ടായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ ചേട്ടായിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചേട്ടായിക്കൊക്കെ ഡ്യൂട്ടിക്കൊക്കെ നടക്കുന്നത് കൊണ്ട് ഇതില്ലാതെ ചേട്ടായിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചേട്ടായിക്ക് പറ്റിയ ഗിഫ്റ്റ്. ടാറ്റാ. ഞങ്ങളുടെ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞാൻ വീഡിയോ എടുത്തത്. ടാറ്റാ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. ടാറ്റാ ബൈ.